എൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ്. എൻ്റെ സ്വദേശം മുഴുകൂരാണ്. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് പോലീസിലായിരുന്നു. അങ്ങനെ കൊണ്ടോട്ടി ട്രാഫിക്കിൽ SI ആയി വിരമിച്ച ഒരാളാണ്. അപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ ഇതിലേക്ക് വന്നു എന്നുള്ളത് എല്ലാവർക്കും, പുതിയ ആളുകൾക്കൊക്കെ അവരുടെ മനസ്സിലൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ടാവാം. ഞാൻ ഇതിലേക്ക് വരാൻ കാരണം, വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന എൻ്റെ ഭാര്യയെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു അസുഖം MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ എലമെന്റ്സ് എന്ന ബ്രാൻഡിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ബ്രാൻഡിലെ രണ്ട് പ്രോഡക്റ്റുകൾ അത് ഉപയോഗിച്ച് എൻ്റെ ഭാര്യയുടെ കുറെ വർഷങ്ങളായുള്ള വേദനയും ബുദ്ധിമുട്ടുകളും മാറിയതിന്റെ അടിസ്ഥാനത്തിലും, എനിക്ക് വർഷങ്ങളായി, അതായത് ഞാൻ പറഞ്ഞല്ലോ പോലീസിലായിരുന്നു ജോലി. പോലീസിലെ ജോലി കാണുന്നവർക്ക് നല്ല രസമാണ്, പക്ഷെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം കൃത്യമായ സമയങ്ങളിലൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു സമയങ്ങളിൽ എനിക്ക് പിടിപെട്ട ഒരു ഗ്യാസ് ട്രബിള്, എന്ന് പറഞ്ഞാൽ ഒരു സിവിയർ ഗ്യാസ് ട്രബിള്, അതിന്റെ ആ പ്രശ്നങ്ങളിൽ നിന്നും ഇതിലെ ലിവഗെയിൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. പക്ഷേ അതിനു മുൻപ് പറയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ അയൽവാസിയായ ഒരു സാധാരണ വീട്ടമ്മ പല പ്രാവശ്യം എൻ്റെ ഭാര്യയെയും എന്നെയും സമീപിച്ച് ഈ കമ്പനിയുടെ, ഈ എലമെന്റ്സിന്റെ പ്രോഡക്റ്റുകളുടെ ഗുണങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ഈ ബിസിനസ്സിനെ പറ്റിയും പറഞ്ഞിരുന്നെങ്കിലും, പോലീസ് ഉദ്യോഗസ്ഥനായ ഞാൻ അന്നത്തെ എൻ്റെ ഈഗോ കൊണ്ട് അവരെ പല പ്രാവശ്യവും മടക്കി അയക്കുകയായിരുന്നു. സത്യത്തിൽ എൻ്റെ വീട്ടിലേക്ക് വന്നത് ഒരു ദൈവത്തിന്റെ, അല്ലെങ്കിൽ ഒരു മാലാഖയാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്കും ഭാര്യയ്ക്കും കഴിഞ്ഞിരുന്നില്ല. കാരണം ഞാൻ പഠിച്ച, അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ഫ്രോഡ് കമ്പനികൾ, മണി ചെയിൻ ആയിട്ടും അല്ലാതെയും ആളുകളെ പറ്റിക്കുന്ന ഒരുപാട് കമ്പനികൾ, അതുപോലെ തന്നെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ, ഇത്തരം കേസുകൾ ഡീല് ചെയ്യാനുള്ള അവസരം എൻ്റെ സർവീസിൽ എനിക്കും കിട്ടിയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇത് എന്തെങ്കിലും ഒക്കെ കുത്തിക്കലക്കിയ ഒരു മരുന്നാവാം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും, ഞാൻ അവരോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും ഇതൊന്നും കഴിക്കരുത്, നിങ്ങളുടെ ശരീരം കേടുവരും, പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇതൊക്കെ പറഞ്ഞ് അവരെ മടക്കി അയക്കുകയായിരുന്നു. എന്നാൽ അവരൊരു ചെറിയ ചിരിയോടെ എന്നെ പുച്ഛിച്ചു എന്ന് എനിക്കറിയില്ല, എന്തായാലും ഒരു ചിരിയോടെ സ്ഥലം വിടും. പല പ്രാവശ്യം വന്ന് അവസാനം ദേഷ്യപ്പെട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണേ കഴിച്ചാൽ മതി, എനിക്കുണ്ടായ ബാക്ക് പെയിൻ ഞാൻ ഇത് കഴിച്ചിട്ട് ഭേദമായി, നിങ്ങൾ വേണേ കഴിച്ചോളി എന്നുള്ള രീതിയിൽ പോയി. അപ്പോ പ്രഗത്ഭരായ ഗൈനക്കോളജിസ്റ്റുകളെ നിരന്തരം കണ്ട് അവരുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളും കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഞാനും ഭാര്യയും ഈ തിരിച്ചറിവ് കിട്ടിയ അയൽവാസിയെ കുറിച്ച് ഗൗനിച്ചിരുന്നില്ല. എന്നാൽ 3 പ്രാവശ്യം DNC ചെയ്തിട്ടും എൻ്റെ ഭാര്യയുടെ അസുഖം ഭേദമാവുന്നില്ല എന്നുള്ള ആ തിരിച്ചറിവ്, അതിലൂടെ ഞങ്ങൾ ഒരു പുനർവിചിന്തനം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ, ഇത്ര കാലം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് മാറിയിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് നമ്മുടെ ധർണിസ മേഡം പറഞ്ഞ ആ പ്രോഡക്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. അത് കഴിച്ചു. അതിന്റെ അനന്തര ഫലമായി മെല്ലെ മെല്ലെ എൻ്റെ ഭാര്യയുടെ അസുഖങ്ങൾ ഭേദമാവാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ, എൻ്റെ അസുഖവും ഭേദമായി. എങ്കിലും എൻ്റെ മനസ്സിൽ ഈഗോയും, ഞാൻ റിട്ടയേർഡ് പോലീസ് ഓഫീസറാണ് എന്നുള്ള ഒരു ചിന്തയും അവിടെ കിടന്നിരുന്നു. പല പ്രാവശ്യം എന്നോട് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരൂ, ഐഡിയ അടിച്ചോളൂ എന്ന് പറഞ്ഞപ്പം എൻ്റെ ആ ഒരു ധാർഷ്ട്യം, അതായത് ഈ ഒരു ചിന്ത, ഞാനൊരു റിട്ടയർ ചെയ്ത പോലീസ് സബ് ഇൻസ്പെക്ടർ അല്ലേ, ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഈ പ്രോഡക്റ്റ് കൊണ്ടുപോകും, അവർ എങ്ങനെ എന്നെ കാണും, അത് മോശമല്ലേ എന്നൊക്കെ ചിന്തിച്ച് കാലങ്ങൾ കഴിച്ചു. അങ്ങനെ അവസാനം ഞാൻ ഈ
കരുണിസ മാഡത്തോട് എന്റെ ലീഡറായ ഞാൻ ബഹുമാനപൂർവ്വം സ്നേഹിക്കുന്ന എന്റെ അയൽവാസി കരുണിസ മാഡത്തോട് ഞാൻ ചോദിച്ച ചോദ്യം ഒന്നും മാത്രമാണ്, ഞാൻ ഇതിൽ ഐഡി അടിച്ച് ചേർന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഉണ്ട്, എനിക്ക് ഗുണമുണ്ട്, നിങ്ങൾ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഈ പ്രോഡക്റ്റുകളൊന്നും തന്നെ, അന്ന് മരുന്ന് എന്നാ പറയാ, ഈ മരുന്നുകളൊന്നും തന്നെ വിൽക്കാൻ ഞാൻ നിൽക്കില്ല. കാരണം ഞാൻ പൈസ ഇറക്കാം, സാധനം വാങ്ങാം, നിങ്ങൾ വിൽക്കണം. അപ്പൊ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, സമ്മതിച്ചു. ഓക്കെ, അത് കഴിഞ്ഞു, സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി, മെല്ലെ മെല്ലെ മുന്നോട്ട് പോകാൻ തുടങ്ങി, കുറെ പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. ആദ്യം തന്നെ എന്നെ കൊണ്ടുപോയത്, അതായത് ഈ കരുണിസ മാഡം നിർബന്ധിച്ച് കൊണ്ടുപോയത് ഒരു FSSലാണ്. അതിനു മുമ്പ് ചെറിയ ഒരു ഇതിനൊക്കെ പോയിരുന്നെങ്കിലും, മറ്റ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിങ്ങിനൊക്കെ പോയിരുന്നെങ്കിലും ഒരിക്കൽ പോലും നല്ല ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. ആ FSS മലപ്പുറത്തായിരുന്നു. അത് വെൽമി സാറാണ് അവിടെ പറഞ്ഞിരുന്നത്. അങ്ങനെ ഉച്ച വരെയുള്ള ഒരു പ്രോഗ്രാമാണ്. ഉച്ച അല്ല, അന്ന് വൈകുന്നേരം, വൺ ഡേ ആണ്. അങ്ങനെ അതിനൊക്കെ പോയപ്പോ കുറേശ്ശെ അലിയാൻ തുടങ്ങി. എന്റെ ഈഗോ കുറേശ്ശെ പിൻവലിക്കാൻ തുടങ്ങി. അവിടെ ചെന്നപ്പോ എനിക്ക് മനസ്സിലായി, അവിടുത്തെ ആളുകളെയും അവരുടെ സന്തോഷവും അതുപോലെ തന്നെ അവിടെ സംസാരിച്ച കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, ഇത് ഒരു സാധാരണ നാണം കെടുന്ന ഒരു ബിസിനസ് അല്ല. പേസ്റ്റോ ബ്രഷോ എന്തോ ഉണ്ടായിക്കോട്ടെ, എന്നാലും ഇത് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ബിസിനസ് ആണ് എന്ന് എനിക്ക് അവിടെ വെച്ച് മനസ്സിലായി. അതിനുശേഷം ഞാൻ, അതായത് ഏകദേശം ഐഡി അടിച്ചിട്ട് ഒരു 1.5 കൊല്ലത്തോളം അനങ്ങാതെ നിന്ന ഞാൻ ഈ സംഭവത്തിന് ശേഷം ഈ കമ്പനിയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി, ഇതിലെ ലീഡേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി, ഇതിലെ പ്രോഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി. ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോ എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ ചെയ്തിരുന്ന പോലീസ് ഉദ്യോഗത്തെക്കാൾ പോലും നമുക്ക് ബെനിഫിറ്റ് തരുന്ന ഒരു ബിസിനസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഈ ബിസിനസ്സിലൂടെ ഹാപ്പിനെസ് ഉണ്ടാവുന്നു, സന്തോഷമുണ്ടാവുന്നു. നമ്മൾ മാറി മാറി ഓരോ ആളുകളെയും നമുക്ക് കാണാനും അവരുമായി ഹസ്തദാനം ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാനും, അതായത് റിട്ടയർ ചെയ്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എൻഗേജ്മെന്റും, അതോടൊപ്പം പാവങ്ങളെ കൈപിടിച്ചുയർത്താനും സുഹൃത്തുക്കൾക്ക് ഗുണം ചെയ്യാനും, അതുപോലെയുള്ള നമ്മുടെ ഈ ചാരിറ്റി പ്രവർത്തനം പോലെ ഇത് നടത്താൻ സാധിക്കും എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും, നിയമപരമായ വശങ്ങൾ, നമ്മുടെ കമ്പനി നിയമവിധേയമാണോ, അതുപോലെ തന്നെ ഇതിന് നമ്മുടെ കേരളത്തിൽ നിയമസാധ്യതയുണ്ടോ, ഇനി അതുമല്ലെങ്കിൽ ഈ ബിസിനസ് ഞാൻ ചെയ്താൽ നാളെ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ എന്നെ കയ്യാമം വെച്ച് കൊണ്ടുപോകേണ്ട ഒരു ഗതികേട് ഉണ്ടാവുമോ, അതുമല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ വഷളാവുമോ എന്നൊക്കെ ഞാൻ പേർത്തും ഓരോ കാര്യങ്ങളായി ഓൺലൈനിലൂടെ, അതായത് നെറ്റ് വഴിയും യൂട്യൂബ് വഴിയും റിസൾട്ടുകളും എല്ലാം നോക്കി, അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായി, ഇത് ഒരു നല്ല ബിസിനസ്സാണ്. ഈ ബിസിനസ് വെറും പേസ്റ്റും ബ്രഷും അല്ലെങ്കിൽ മറ്റേ സ്പ്രേയും ഒന്നും വിൽക്കുന്നതല്ല. ഇത് വെൽനസ് പ്രോഡക്റ്റുകൾ, അതായത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായ വെൽനസ് പ്രോഡക്റ്റുകൾ വിൽക്കുന്ന കമ്പനിയാണ് ഇത്. ബിസിനസ് ചെയ്യുന്നത് ആരോഗ്യം ഉണ്ടാവാനുള്ള പ്രോഡക്റ്റുകളാണ് മേജർ ആയിട്ടുള്ളത്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് നോക്കുമ്പോൾ 2019 2022 ഇതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ഹെൽത്ത് കെയർ പ്രോഡക്റ്റ് എന്നുള്ള രീതി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോ അത് മാത്രമല്ല, വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് നോക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരു എംബ്ലം കണ്ടു. അതായത് നമ്മള് മറ്റേ വളണ്ടിയർ ഒക്കെ ആവുമ്പോൾ വെക്കുന്ന മാതിരി ഒരു എംബ്ലം. അതിനെ കുറിച്ച് നോക്കുമ്പം അത് ആയുഷ് മന്ത്രാലയത്തിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ തീർത്തും മനസ്സിലാക്കി,
ഇത് ആളെ പറ്റിക്കുന്ന ബിസിനസ് അല്ല. ഇത് നാട്ടിലുള്ള നമ്മളെ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പാവപ്പെട്ടവന് മെല്ലെ മെല്ലെ പണക്കാരനാവാനും അതോടൊപ്പം തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഹാപ്പിനെസ് ഉണ്ടാകാനും തന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാനും പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കെയാണ് റിട്ടയർ ചെയ്ത ഒരു സബ് കളക്ടർ. അതുപോലെ തന്നെ ഇതിനകത്ത് നോക്കുമ്പോൾ ഒരു ഡോക്ടറുടെ, ഒരു ലേഡി ഡോക്ടറുടെ സ്പീച്ച് കേൾക്കുന്നു, അവരുടെ അമ്മയുടെ അസുഖം ഭേദമായത്. അതുപോലെ പല ഭാഗങ്ങൾ, പല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന പല ഉദ്യോഗസ്ഥന്മാരും ഇതിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു. അവർക്കൊന്നുമില്ലാത്ത ഈഗോ എന്തിനാണ്? എനിക്ക് അന്ന് ഞാൻ എൻ്റെ ആ ഈഗോ വലിച്ചെറിഞ്ഞു. ആ ഈഗോ വലിച്ചെറിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഇതെന്റെ ബിസിനസ്സാണ്. ഈ ഓരോ പ്രോഡക്റ്റുകളും എന്റേതാണ്. ഇതെന്റെ കുടുംബത്തിന്റെ ആരോഗ്യത്തിനുള്ളതാണ്, എന്റെ നാട്ടുകാരുടെ ആരോഗ്യത്തിനുള്ളതാണ്. ഇത് വെറുമൊരു കുത്തിക്കലക്കിയ മരുന്നല്ല. ഇതിന് നിയമമായ എല്ലാ പരിരക്ഷയുണ്ട്. ഇതിന് ക്വാളിറ്റി ഉള്ളതാണ്. ഇത് ശരിയായ രീതിയിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ കുടിൽ വ്യവസായമല്ല, ഇത് ആളെ പറ്റിക്കുന്ന പരിപാടിയല്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ ഇതിലേക്ക് ഇറങ്ങി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ആളുകളോട് ഇതിനെപ്പറ്റി പറഞ്ഞു. ആളുകൾക്ക് മനസ്സിലായി. എന്റെ കൂടെ ആളുകൾ വന്നു തുടങ്ങി. ഇപ്പോ മോശമല്ലാത്ത ഒരു റാങ്കിലാണ്. അതുപോലെ തന്നെ എന്റെ ഭാര്യ, അവരുടെ അസുഖമൊക്കെ ഭേദമായപ്പം അവർക്ക് ഇതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടായപ്പം അവരും ശക്തമായി പ്രവർത്തിക്കുന്നു. എന്റെ മക്കളും ഇതിനകത്ത് ഐഡിയ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഒരുപാട് റിസൾട്ടുകൾ എനിക്ക് ഞാൻ ഇതിന് വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ടുകൾ ഒന്നും തന്നെ ഈ മുക്കാൽ മണിക്കൂർ കൊണ്ട് തീരുന്നില്ല. കാരണം എനിക്കിതിൽ ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്തായി കിട്ടിയ ഒരു റിസൾട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞങ്ങള് കൊണ്ടോട്ടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഒരു പണസംബന്ധമായ കാര്യത്തിൽ പോയ സമയത്ത് ഞാനും ഭാര്യ മല്ലികമ്മടും ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെയുള്ള ഒരു സ്റ്റാഫ് കുറച്ചുകൊണ്ടേയിരിക്കുന്നു, ബുദ്ധിമുട്ടുന്നു, വല്ലാതെ പ്രശ്നം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു റിലേറ്റീവ് പിന്നെ ഈ കാര്യത്തെ പറ്റി ആ റിലേറ്റീവിനോട് പറഞ്ഞു. അങ്ങനെ ആ റിലേറ്റീവിനോട് പറഞ്ഞ സമയത്ത് ആ കുട്ടിക്ക് ഞങ്ങൾ ഒരു പ്രോഡക്റ്റ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അത് കൊടുക്കട്ടെ എന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾ സംസാരിച്ചോളൂ പറഞ്ഞു. നമ്മുടെ ഒരു കഫ്നില് ആ കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടി അന്ന് പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഞാൻ നന്നായി ഉറങ്ങി. അങ്ങനെ നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിച്ചു എന്ന് പറഞ്ഞു. വീണ്ടും കൊടുത്തു. നമ്മുടെ എന്താ പറയാ, കവചപ്രാശം കൊടുത്തു. അവർ നല്ല ആരോഗ്യത്തിലേക്ക് വന്നു. അവർക്കുണ്ടായിരുന്ന ഒരു മേജർ അസുഖം പിന്നീട് എന്നോട് പറഞ്ഞു. കാരണം വിശ്വാസം വന്നപ്പോൾ അവരുടെ ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടായി. അതായത് ഓവറിൽ ഉണ്ടായിരുന്ന സിസ്റ്റ് മറ്റേ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയും. അതിന് നമ്മുടെ പ്രോഡക്റ്റ് കൊടുത്തു. അവർക്ക് പീരിയഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2.5 മാസം ഇത് കഴിച്ചപ്പോൾ, അതായത് വുമൺ കമ്പാനിയൻ, അതോടൊപ്പം നമ്മുടെ മറ്റേ എന്താ പറയാ സൈക്ലോവ 95, ഇത് മൂന്നും കഴിച്ചപ്പം അവർക്ക് ആ പീരിയഡ് ഉണ്ടായി. അവരുടെ വേദനകളും മറ്റും ഒക്കെ മാറി. ഇപ്പൊ അവര് സ്കാൻ ചെയ്ത് നോക്കണം എന്നുള്ള അവസ്ഥയിലാണ് 3 മാസം കഴിച്ചപ്പോൾ. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന നല്ല പ്രോഡക്റ്റുകളാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതിനകത്ത് നമുക്കൊരു ചാരിറ്റി ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഒരു ചാരിറ്റി ആയിട്ട് കൊണ്ടുപോവാൻ ഒരു ബിസിനസ് ആണിത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രോഡക്റ്റുകളും മറ്റും കൊടുത്ത് നല്ല രീതിയിൽ അവരുടെ അസുഖങ്ങൾ ഭേദമാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് സന്തോഷം കൊണ്ടുവരുന്ന ഒരു ബിസിനസ് ആണിത്. അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് പണം ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. ഇതിൽ ഞാൻ മുമ്പ് കേട്ട ഒരു കാര്യമുണ്ട്. അതായത് നല്ല വശങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെയായിരിക്കും. ചീത്ത വശങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ
എല്ലാ കാര്യങ്ങളും ചീത്ത വശങ്ങൾ തന്നെ ആയിരിക്കും. അതായത് നല്ലത് മാത്രം നമ്മൾ ചിന്തിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നന്മ കിട്ടും. അതോടൊപ്പം ചീത്ത കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ചീത്ത കാര്യങ്ങളെ കിട്ടുകയുള്ളൂ. ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ റിസൾട്ടുകളൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇതിന് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആലോചിച്ച ഒരു കാര്യം, ഇത് ഞാൻ എന്തിനു ചെയ്യണം എന്നുള്ളതാണ്. ഈ ബിസിനസ് എന്തിനു ചെയ്യണം, ഇതെന്താണ്? അതായത് ഇന്നത്തെ കാലത്ത്, ഇന്ന് 2026 അല്ലെ? ഇതിനു മുൻപ് ഏറ്റവും കൂടുതൽ ശോഭിച്ചു നിന്നിരുന്ന ഒരു തൊഴിലായിരുന്നു ഐ ടി മേഖല. അതായത് 2000 മുതൽ 2020 വരെ ഐ ടി മേഖല എന്ന് പറഞ്ഞാൽ പകരം വെക്കാനില്ലാത്തൊരു മേഖലയായിരുന്നു. എന്നാൽ ഇന്ന് വെൽനസിന്റെ കാലഘട്ടമാണ്. ഇനിയുള്ള ഈ 20 കൊല്ലം, അതായത് ഒരു 2045 വരെയുള്ള കാലഘട്ടം, അത് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ കാലഘട്ടമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ പിടിച്ചു നിൽക്കുന്നതും ചെയ്യുന്നതും. എന്ന് വെച്ചാൽ, ആദ്യത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ കുറെ ആളുകളെ ഇതിൽ ചേർത്തിയിരുന്നു. ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ചേർന്നു. അപ്പൊ അവര് വിചാരിച്ചത് ഇതൊരു മണി ചെയിൻ കമ്പനിയാണ്. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അവര് ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആയിക്കോട്ടെ, കുഴപ്പമില്ല, ആപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കെല്ലാം കാണാൻ കഴിയും എന്നും പറഞ്ഞു നിന്നു. ഒരു പ്രോഡക്റ്റ് പോലും അവർ വാങ്ങിച്ചില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവരുടെ ഐഡിയ ആക്റ്റീവ് ആക്കി കൊടുത്തു. ഐഡിയ ഒക്കെ ആക്റ്റീവായി. അത് കഴിഞ്ഞ് വീണ്ടും അവര് ഒന്നും ചെയ്യുന്നില്ല. ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, എനിക്ക് എന്റെ ചെറിയമ്മ ഉണ്ട്, മറ്റവരുണ്ട്, അവർക്കൊക്കെ നന്നായി ബിസിനസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും അയാൾ ഈ നമ്മുടെ ആപ്ലിക്കേഷൻ നോക്കി കുത്തിരിക്കുകയാണ്. പൈസ കയറുന്നുണ്ടോ, ഒന്നും ചെയ്യാതെ. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന പടുവിഡ്ഢികളും എന്റെ കൂടെ ഉണ്ട്. എന്നാൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന കുറെ ആളുകളും ഇതിലൂടെ ബിസിനസ് ചെയ്യുന്നവൻ ആരാണോ അവന് ഇതിലൂടെ നേടാൻ സാധിക്കും. മണി ചെയിൻ കമ്പനിയാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഒന്നും നേടാൻ കഴിയുകയില്ല. പിന്നെ അടുത്ത കാര്യം, ഇതിലേക്ക് ഞാൻ വരാനുണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, റിസൾട്ടുകൾ ഞാൻ പറഞ്ഞു. ഇതൊരു ഡയറക്റ്റ് സെല്ലിംഗ് ആണെന്ന് പറഞ്ഞു. ഇനിയും എന്തിന് ഞാൻ ഈ ബിസിനസ് ചെയ്യണം, അതിനെക്കുറിച്ച് പറഞ്ഞു. ഈ ബിസിനസ് ഞാൻ ചെയ്യുന്നത് അധിക വരുമാനത്തിന് തന്നെയാണ്. അധിക വരുമാനം, ഞാൻ എന്നെ പറ്റി പറയാം. അതേക്കുറിച്ച് പറയുമ്പോൾ ബോറടിക്കരുത്. ഞാൻ സത്യത്തിൽ എനിക്ക് ഇപ്പോഴൊരു പാസീവ് ഇൻകം ഉണ്ട്. അതായത് ഞാൻ റിട്ടയർ ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് പെൻഷൻ ഉണ്ട്. അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു ചെറിയ മാർഗമുണ്ട്. എന്നിട്ട് ഞാൻ എന്തിന് ഈ ബിസിനസ് ചെയ്യണം? അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അധിക വരുമാനത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. ആദ്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു ചാരിറ്റി ആക്കാനാണ്. എന്നാൽ ചാരിറ്റിയോട് കൂടി തന്നെ അധിക വരുമാനം ലഭിക്കുന്ന നല്ല ഒരു ബിസിനസ് ആണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതിലൂടെ എനിക്ക് നേടാനും സാധിക്കുന്നുണ്ട്. ആദ്യത്തിൽ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പേസ്റ്റും ബ്രഷും ആണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ഗവയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 1 by 1 ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ കഴിക്കുകയാണ്, ഓരോന്നായിട്ട്. എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ എല്ലാം കഴിക്കുക എന്നല്ല. എനിക്ക് ഡയബ ലൈഫ് ഞാൻ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മുടെ എന്താ പറയാ കവചപ്രാസം കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം സ്പൈർണ ഗോൾഡ് കഴിക്കുന്നുണ്ട്, ഫൈട്രസ് കഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ ജീവിതം, ഒരു ദിവസത്തെ ജീവിതം തുടങ്ങുന്നത്. അങ്ങനെ ഇതിലൂടെ ആരോഗ്യം ഉണ്ടാക്കാൻ സാധിക്കുന്നു, എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു, സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കുന്നു, ഒരുപാട് കോണ്ടാക്റ്റുകൾ കിട്ടുന്നു. അങ്ങനെ ഒരുപാട് ഗുണം ഇതിലൂടെ എനിക്കുണ്ടാവുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അബദ്ധവശാൽ ഒരു കിണറ്റിൽ ചാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ ബഹളം വെച്ച് നോക്കും. ആരെങ്കിലും വരുമോ, ആരെങ്കിലും വന്നാൽ രക്ഷപ്പെടുത്തും എന്നുള്ള രീതിയിൽ ബഹളം വെച്ച് നോക്കുമ്പം എന്ത് സംഭവിക്കും? ആരും വരുന്നില്ല, ഒരാളും വരുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്വന്തം നിലയ്ക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും? നമ്മൾ അവിടെ ഇവിടെയൊക്കെ മാന്തി നോക്കും, എങ്ങനെയെങ്കിലും കയറാൻ നോക്കും,
എന്തെങ്കിലും ഒരു വൈക്കോൽ തുരുമ്പെങ്കിലും കിട്ടുമോ എന്ന് നോക്കും. വീണ്ടും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ബുദ്ധിമാനായ ഒരു വ്യക്തി ചെയ്യുക, സുരക്ഷിതമായി നിൽക്കാൻ നോക്കും. അതായത് ശ്വാസം മുട്ടാതെ വെള്ളത്തിന് മുകളിൽ സുരക്ഷിതമായി നിൽക്കാൻ നോക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്ന സമയത്ത് രക്ഷപ്പെടാം എന്ന് നമ്മൾ ചിന്തിക്കും. ശരിയല്ലേ? അത് തന്നെ നമ്മൾ ചെയ്യുക. ഈ ബിസിനസ്സിലും അത് തന്നെ ചെയ്താൽ മതി. നമ്മൾ ആദ്യം ചെയ്യുക എന്താ വെച്ചാൽ ലീഡേഴ്സിന്റെ വർക്കാണ് എന്നുള്ള രീതിയിൽ ലീഡേഴ്സ് ചെയ്യട്ടെ എന്ന് ചിന്തിക്കും. ലീഡേഴ്സ് ആരും വരുന്നില്ല, നമ്മളെ കുറച്ചൊക്കെ സഹായിച്ചു, പിന്നെ നമ്മൾ ഒഴിവാക്കി വിട്ടാൽ ലീഡേഴ്സ് വരുന്നില്ലെങ്കിൽ നമ്മൾ സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ നോക്കും, രക്ഷപ്പെടാൻ നോക്കും. ആരും വരുന്നില്ല, പല ആളുകളും തിരിഞ്ഞു നോക്കുന്നേ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ അനങ്ങാതെ നിൽക്കുക, ക്ഷമയോടെ നിൽക്കുക, പിടിച്ചു നിൽക്കുക. നമ്മെ രക്ഷപ്പെടുത്താനുള്ള ആളുകൾ വരും. നമ്മളെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരും. അപ്പൊ നമ്മൾ വിളിച്ചു കൂവിയാൽ മതി. മുകളില്, കിണറിന്റെ മുകളില് ഒരു സംസാരം കേൾക്കുകയാണെങ്കിൽ രക്ഷിക്കണേ എന്ന് പറയില്ലേ? ഇവിടെ അത് മതി. അപ്പൊ ആളുകൾ നമ്മളുടെ കൂടെ ചേരും. അങ്ങനെയാണ് ഈ ബിസിനസിന്റെ കാര്യം. ഇത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ കിണറ്റിൽ നിറയെ ശുദ്ധജലമുണ്ട്, നമുക്ക് നല്ല ദാഹവുമുണ്ട്. ചുറ്റും നടന്നാൽ വെള്ളം കിട്ടുമോ? കിട്ടൂല. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു കയറും അതുപോലെ തന്നെ ഒരു പാളയും കിട്ടുമെന്ന് നോക്കണ്ടേ? വെറുതെ ആ കിണറ്റിലേക്ക് നോക്കി നെടുവീർപ്പിട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ പാളിയും കയറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കന്ന് വെള്ളം മുക്കിയെടുക്കാം. അപ്പൊ നമ്മള് ഒരു പാളയും കയറും ഇതെങ്കിലും ഈ ബിസിനസ്സിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അത് മതി ഈ ബിസിനസ്സിലൂടെ കയറി പോവാൻ. ആ കയറ് മതി നമുക്ക് പിടിച്ചു കയറാൻ. അല്ലാതെ വേറെ ഒന്നും ഇതിൽ ചെയ്യേണ്ടതില്ല. നമ്മള് ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ കാട്ടിലേക്ക്, വെറുതെ വനത്തിലേക്കൊന്ന് നോക്കുക. വെറുതെ നോക്കിക്കോളൂ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കണ്ണൊന്ന് ചിമ്മിയിട്ട് ആ നിബിഡമായ കാടിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്, ഇല്ലേ? ആനണ്ട്, ശക്തിയുള്ളതാണ് ആന, വലിപ്പമുള്ള ആന, ഏറ്റവും ഉയരം കൂടിയ ജിറാഫ് ഉണ്ട്. അതുപോലെ തന്നെ ബുദ്ധിമാനായ കുറുക്കനും ചിമ്പാൻസിയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് സിംഹം മൃഗങ്ങളുടെ രാജാവായത്? ഈ സിംഹത്തിന് അതിന് മാത്രം വലിയ ശക്തിയൊന്നുമില്ല. അതായത് ആനയെ വെച്ച് നോക്കുമ്പോൾ ആനയേക്കാൾ സിംഹവും ആനയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ സിംഹത്തെക്കാൾ 10 ഇരട്ടി വലിപ്പമുണ്ട് ആനയ്ക്ക്. അതുപോലെ തന്നെ 100 ഇരട്ടി ശക്തിയുണ്ട്, കരുത്തുണ്ട് ആനയ്ക്ക്. എന്നാൽ ആനയും സിംഹവും വെച്ച് നോക്കുമ്പം സിംഹമാണ് ആനയെ പരാജയപ്പെടുത്തുന്നത്. അതിന് കാരണം അവിടെ ശക്തിയോ അല്ലെങ്കിൽ വലുപ്പോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഒന്നുമല്ല കാര്യം. ആ സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡാണ്, മനോഭാവം. ഞാൻ രാജാവാണ് എന്നുള്ള ആ മനോഭാവം. ഞാൻ നിസ്സാരക്കാരനല്ല, ഞാൻ രാജാവാണ് എന്നുള്ള ആ മനോഭാവമാണ് അവിടെ പ്രധാനം. സിംഹം വിചാരിക്കുന്നത് ഞാൻ ഈ കാട്ടിലെ രാജാവാണ്. അപ്പോ ആന വിചാരിക്കുന്നത്, ഒരു സിംഹവും ആനയും തമ്മിൽ കാണുമ്പം കരുത്തനായ ആന വിചാരിക്കുന്നത് ഞാൻ ഈ സിംഹത്തിന്റെ ഇരയാണ്, അല്ലെങ്കിൽ ഞാൻ ആ സിംഹത്തിന്റെ മുന്നിൽ നിഷ്പ്രഭനാണ് എന്നാണ് ചിന്തിക്കുന്നത്. അതുപോലെ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോ സിംഹത്തെ പോലെയുള്ള ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്. അതിന് കുറെ ഭംഗി, കുറെ ഹൈറ്റ്, കുറെ വെയിറ്റ്, കുറെ വിദ്യാഭ്യാസം ഒന്നും വേണ്ട. ഡയറക്റ്റ് സെല്ലിങ്ങിൽ സിംഹമാവാൻ നോക്കുക. സിംഹത്തിന് കാടടക്കി ഭരിക്കാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് വലിയ കാര്യം. ഓരോ കാര്യത്തിലും നോക്കൂ, സിംഹം നമുക്ക് ഒരു പാഠമാണ്. ഒരു സിംഹം അനാവശ്യമായി ബഹളം വെക്കാറില്ല. ഒരു സിംഹം ഗർജിച്ചാൽ കിലോമീറ്ററുകൾ ദൂരത്തേക്ക് അതിന്റെ ശബ്ദം അലയടിക്കും. അത് മറ്റു മൃഗങ്ങൾ ശ്രദ്ധിക്കും, മനുഷ്യൻ ശ്രദ്ധിക്കും. ഭയങ്കര ബുദ്ധിമാനായ മനുഷ്യൻ സിംഹത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുവോ? ഇല്ല. എന്നാൽ സിംഹം മറ്റു മൃഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ വലിയ ആളൊന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, 1 ആറ്റിറ്റ്യൂഡ്. 2 അതിന്റെ ഫോക്കസിങ് ആണ്. സിംഹം ഇര പിടിക്കാറില്ലേ? ഇര പിടിക്കുക എന്ന് പറഞ്ഞാൽ സിംഹം വന്ന് ഇര പിടിക്കാൻ ശ്രമിച്ചാൽ അത് ഏതാണോ ഇര അതിനെ പിടിച്ചിട്ടുണ്ടാവും. ഇനി മറ്റൊരു കാര്യം, സിംഹം 10 അറ്റംപ്റ്റ് നടത്തിയാൽ
അറ്റംപ്റ്റ് മാത്രമേ വിജയിക്കാറുള്ളൂ. അതായത് 10 പ്രാവശ്യം ഒരു എരേനെ പിടിക്കാൻ നോക്കിയാൽ 7 പ്രാവശ്യവും തോൽവിയാണ്. അതായത് 70% പരാജയമാണ്. എന്നിട്ട് അതിന്റെ മുഖത്ത് ആ പരാജയത്തിന്റെ ഒരു ഭീതിയോ ആ പരാജയത്തിന്റെ ഒരു സങ്കടമോ ഉണ്ടാവാറില്ല. അത് വീണ്ടും അഗ്രസീവാണ്. 7 കഴിഞ്ഞാൽ 8ഉം 9ഉം 10ഉം പ്രാവശ്യങ്ങൾ വിജയിക്കാൻ വേണ്ടിയുള്ള കരുത്താർജിക്കുകയാണ് ഈ സിംഹം ചെയ്യുക. അതെന്തിനാണ് ഈ സിംഹം കരുത്താർജിക്കുന്നത്? എന്തിനാണ്? പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു 10 ആളുകളോട് ഈ കാര്യം പറഞ്ഞ് 10 ആളും നെഗറ്റീവ് അടിച്ചാൽ അതുകൂടെ തീർക്കാനുള്ളതല്ല നമ്മുടെ ഈ ബിസിനസ്. മനോധൈര്യം അതിന് വളരെ വേണ്ട കാര്യമാണ്. ഫോക്കസിങ്, നമ്മൾ ഒരാളെ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. സിംഹത്തിന്റെ 2ാമത്തെ ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞത്. 3ാമത്തെ ക്വാളിറ്റി, സിംഹം ഒറ്റയ്ക്ക് ഇര തേടാറില്ല. സിംഹങ്ങൾ കൂട്ടമായിട്ടാണ് ഇര തേടുന്നത്. അതുപോലെ തന്നെ പെൺസിംഹങ്ങൾ എപ്പോഴും കൂട്ടമായിട്ടാണ് അധികവും ഇര തേടുക. കൂട്ടമായിട്ട് ഇര തേടിയാൽ വേഗം കിട്ടും എന്നവർക്കറിയാം. അതെന്താ കാരണം? ഒരു എത്ര ശത്രുക്കൾ അല്ലെങ്കിൽ എത്ര മൃഗങ്ങളുണ്ടെങ്കിലും അതിലൊന്നിനെ ഇവർ കൂട്ടത്തോടെ വഴി മാറ്റി കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. നമ്മുടെ ബിസിനസ് കൂട്ടത്തോടെ ചെയ്യേണ്ട ബിസിനസ്സാണ്, ഗ്രൂപ്പ് ബിസിനസ്സാണ്. ആ സിംഹത്തിലൂടെ നമ്മൾ പഠിക്കണം. സിംഹങ്ങൾ ചെയ്യുന്നത് കൂട്ടമായിട്ടാണ് ഇര തേടുന്നത്. അതിനെ ഇര തേടിയാൽ മതി. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഈ സിംഹം ഒരിക്കലും അനാവശ്യമായി ഇര തേടാറില്ല. അതിന് വേണ്ട ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് അത് ഇര തേടുന്നത്. അല്ലാതെ വെറുതെ ഒന്നിനെ കൊന്നിട്ട് അവിടെ വഴിയിലിട്ടിട്ട് പോണ പരിപാടി മൂപ്പത്തില്ല. വിശപ്പ് വരുമ്പം ഇര തേടുന്നു. നമുക്ക് വിശപ്പുണ്ട്, നമുക്ക് പണം ഉണ്ടാക്കണം, നമുക്ക് ബിസിനസ് ചെയ്യണം. നമ്മൾ അതിനൊരാളെ നമ്മൾ കണ്ടെത്തണം. 1 അല്ല 2 അല്ല 3 അല്ല 7 പ്രാവശ്യം പരാജയപ്പെടാം, 10 പ്രാവശ്യം പരാജയപ്പെടാം, 11ാമത്തെ പ്രാവശ്യം നമ്മൾ വിജയിക്കും. ആ ഒരു ദൃഢനിശ്ചയമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഈ സിംഹം കരുത്തുറ്റ അല്ലെങ്കിൽ ദൃഢമായ ഒരു വിശ്വാസത്തിൽ, തന്റെ കഴിവിലുള്ള ആത്മവിശ്വാസത്തിലാണ് അത് ഇര തേടുന്നതും ജീവിക്കുന്നതും. അത് നടന്നു പോകുമ്പോൾ ദയനീയമായ ഒരു സിംഹത്തിനെ നമ്മൾ കാണാറുണ്ടോ? ദയനീയമായി കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സിംഹത്തെ നമ്മൾ കാണാറുണ്ടോ എപ്പോഴെങ്കിലും? അത് ഗർജിക്കുകയാണ് ചെയ്യുക. ഗർജിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള മൃഗങ്ങളെ പേടിപ്പിക്കുകയാണ് അത് ചെയ്യുക. അതുപോലെ നമ്മൾ പേടിപ്പിക്കണം എന്നല്ല, കണ്ണിനാണ് പവർ ഉള്ളത്. നമ്മൾ ആദ്യം ചിന്തിക്കുക, നമ്മുടെ കൈകൾക്കോ നമ്മുടെ ശരീരഭാഗങ്ങൾക്കോ ഒന്നുമല്ല, കണ്ണിനാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. കണ്ണിലേക്ക് നോക്കി ബിസിനസ് പറഞ്ഞാൽ, കണ്ണിലേക്ക് നോക്കി കാര്യങ്ങൾ പറഞ്ഞാൽ, കണ്ണിലേക്ക് നോക്കി ശകാരിച്ചാൽ, കണ്ണിലേക്ക് നോക്കി നമ്മളെ എന്ത് കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ കാര്യം വ്യക്തമായി പറഞ്ഞാൽ ആ ആള് നമ്മൾ പറയുന്നത് ആ സ്ഥാനത്ത് നിൽക്കും. അതാണ് വെള്ളിസാർ മുമ്പ് പറഞ്ഞത്, സ്ത്രീകളെ ഉപദ്രവിക്കാൻ വരുന്ന ആൾക്കാരെ സ്ത്രീകൾ കടുപ്പിച്ചൊന്ന് നോക്കിയാൽ മതി എന്ന് പറയാൻ കാരണം, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കണ്ണിനാണ് പവർ, അല്ലാതെ കൈകൾക്കും മറ്റൊന്നുമല്ല. പവർഫുൾ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം, ഇവര് ഒരു കാരണവശാലും അവരെ കോൺഫിഡൻസ് കളയാറില്ല. അതുപോലെ തന്നെ സിംഹം വയ്യാതായാൽ പോലും മറ്റൊരാളെ മുന്നിൽ പോയി യാചിക്കാറില്ല. തീരെ വയ്യാത്ത സിംഹം ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ മുകളിൽ പോയിട്ട് മൃഗത്തിന്റെ അടുത്ത് പോയി യാചിക്കാറില്ല. അത് വയ്യെങ്കിൽ അവിടെ കിടക്കുക, വയ്യ അവിടെ കിടന്നു, അത് സാവധാനം രക്ഷപ്പെട്ടു വരും, അതായത് അല്ലെങ്കിൽ മരണപ്പെടും. അല്ലാതെ ഒരു സിംഹത്തിന്റെ മുഖത്ത് നമ്മൾ കാണുന്ന മുറിവുകൾ അത് ഒരിക്കലും തോൽവിയുടേതല്ല, അത് യുദ്ധം ചെയ്തതിന്റെ അടയാളമാണ് എന്നാ പറയുന്നത്. നമ്മൾ നിരന്തരം നമ്മുടെ ബിസിനസ്സിന് വേണ്ടി സഭ്യമായ രീതിയിൽ യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ നേടാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ 1-2 ആളോ നെഗറ്റീവ് പറഞ്ഞാല് തിരിഞ്ഞു നടക്കുന്നതല്ല. തിരിഞ്ഞു നടക്കേ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് മാറിപ്പോവാനോ പാടില്ല, മുന്നോട്ട് തന്നെ പോവുക. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ ഈ ബിസിനസ്സിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ബിസിനസ്സിൽ നമ്മൾ
ഉണ്ടാക്കേണ്ടത് ലീഡേഴ്സിനെയാണ്. നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ അവരെ ക്രിയേറ്റ് ചെയ്യുക, ലീഡേഴ്സ് ആക്കുക, ഒരു ലീഡറാക്കി മാറ്റുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ലിസ്റ്റ് ഉണ്ടാക്കി, അതിനനുസരിച്ച് ആളെ കണ്ടു, അതിനുശേഷം നമ്മൾ ക്ഷണിച്ചു, അതിനുശേഷം ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ കാര്യത്തിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലീഡേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മാത്രമല്ല, ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും നമുക്ക് ലീഡേഴ്സ് ആക്കാൻ സാധിക്കണം. ലീഡേഴ്സ് ആക്കുമ്പോൾ ഓരോ ഗ്രൂപ്പുകളായി മാറും. ഓരോ ഗ്രൂപ്പുകളായി മാറുമ്പം ആ ഗ്രൂപ്പുകളൊക്കെ തന്നെ സ്വന്തം നിലയ്ക്ക് പ്രബലരായി മാറും. അങ്ങനെയാണ് നമ്മൾ ബിസിനസ് കൊണ്ടുവരേണ്ടത് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാക്കാൻ ശ്രമിച്ച കുറേ ആളുകളുണ്ട്. അതിലൊരാളാണ് ബിൽ ഗേറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. ഓരോ മുറകളിൽ ഓരോ കാര്യങ്ങളിൽ ഉന്നതരായി തീർന്ന പലരും ഉണ്ട്. അതിലൊരാളാണ് ബ്രൂസ്ലി. അയോധന കലയിൽ ഇന്നും അന്നും ഒരാളും അയാളെ വെല്ലാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, 10,000 കിക്കുകൾ, അതായത് 10,000 തരം കിക്കുകൾ പഠിച്ച ഒരാളെ എനിക്ക് ഭയമില്ല. എന്നാൽ ഒരു കിക്ക് 10,000 പ്രാവശ്യം പരിശീലിച്ച, 10,000 കിക്കുകൾ, പലതരം കിക്കുകൾ 10,000 പ്രാവശ്യം പരിശീലിച്ച ഒരാളെ എനിക്ക് ഭയമില്ല. എന്നാൽ 10,000 പ്രാവശ്യം ഒരു കിക്ക് പരിശീലിച്ച ആളെ ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നിരന്തരം പരിശീലിക്കുക. അതിന് നമ്മുടെ GTS, അതുപോലെ തന്നെ FSS, അതുപോലെ തന്നെ നമ്മുടെ RTP, അതിലൊക്കെ പങ്കെടുക്കുക. ഇതിൽ നിന്നൊക്കെ ഞാൻ മാറി നിന്ന ആളായിരുന്നു. വയനാടിൽ നടന്ന RTPയിൽ ഞാൻ പങ്കെടുത്തപ്പം അന്നാണ് ഞാൻ ആരാണ് എന്നും എന്നിൽ എന്തുണ്ട് എന്നും എനിക്ക് മനസ്സിലായത്. അന്നാണ് ഞാൻ ഒരു സാധാരണ കുട്ടിയുടെ, അതായത് എൻ്റെ ബ്ലാങ്ക് ആയ മനസ്സിലേക്ക് തിരിച്ചു വന്നത്. അന്നാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇങ്ങനെയൊന്നും നിന്നാ പോരാ, നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്, മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് മനസ്സിലായത്. അതിനുതകുന്ന ഓരോരോ പ്രോഗ്രാമുകളാണ് ആസൂത്രണം ചെയ്ത് നടത്തി വരുന്നത്. അതുകൊണ്ട് RTP ആണെങ്കിൽ RTP, FSS ആണെങ്കിൽ FSS, GTS ആണെങ്കിൽ GTS, രാവിലെയുള്ള മോർണിംഗ് മീറ്റ്, ഇതൊക്കെ നിരന്തരം നമ്മൾ കേൾക്കുന്നതാണ്. എന്നാലും ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. രാവിലെയുള്ള, ഞാൻ എല്ലാ ദിവസവും രാവിലെ, അധിക ദിവസവും രാവിലെ GTS നമ്മുടെ ഇത് കേൾക്കാറുണ്ട്, മോർണിംഗ് മീറ്റ്, സൂം മീറ്റ് കേൾക്കാറുണ്ട്. പക്ഷെ അധികം വീഡിയോയിൽ വരാറില്ല. അതിന് പല കാരണങ്ങളുണ്ട്. എന്നാലും എനിക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഉമ്മർ ഉസ്താദ്, അദ്ദേഹം അയച്ചു തരുന്ന ഓരോന്നും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ബിസിനസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഞാന് പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഉമർ ഉസ്താദിൻ്റെത്. അതുപോലെ മറ്റൊരു വ്യക്തിത്വമാണ് നമ്മുടെ ഷേറൂർ സാറിൻ്റെത്. അതിനുപരി ഞാൻ ബഹുമാനപൂർവം ആദരിക്കുന്ന എൻ്റെ ലീഡർ, ഞാൻ അവരിലേക്കാണ് പലപ്പോഴും ശ്രദ്ധിക്കാറ്. കാരണം ഒരു സാധാരണ വീട്ടമ്മ, അവർക്ക് ഈ ബിസിനസ് ചെയ്തിട്ട് കുടുംബം പുലർത്താനും അതോടൊപ്പം കുട്ടികളെ പഠിപ്പിക്കാനും ഒരു മോട്ടോർ സൈക്കിൾ സ്വന്തമാക്കാനും അതുപോലെ 1 by 1 ആയിട്ട് ഓരോരോ അച്ചീവ്മെന്റുകൾ നേടാനും സന്തോഷത്തോടെ ജീവിക്കാനും ഒക്കെ സാധിക്കുന്നു. അവരുടെ പിന്നിൽ ഒരു ട്രാജഡി ഉണ്ടായിരുന്നു, എന്നിട്ടും ആ ട്രാജഡിയെ കോമഡി ആക്കാൻ അവർക്ക് കഴിയുന്നു. പിന്നെ ഞാൻ എന്തിന് സംശയിച്ചു നിൽക്കണം? അതൊക്കെയാണ് എനിക്ക് പ്രോത്സാഹനമായത്. ആദ്യം വിൽക്കാമെന്ന് പറഞ്ഞ അവരോട് എനിക്ക് ചെറിയ ഒരു ഇതുണ്ടായെങ്കിലും പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഇത് കയർനിസ മാഡത്തിന്റെ ബിസിനസ് അല്ല, ഇതെന്റെ ബിസിനസ്സാണ്, ഇതെന്റെ ബിസിനസ്സാണ് എന്ന് മനസ്സിൽ കൂറിയിടാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ ബിസിനസ് ആയാൽ, എന്റെ ബിസിനസ് ആയാൽ, നമ്മുടെ ബിസിനസ് എന്റെ ബിസിനസ്, അതിലേക്ക് നമ്മൾ വരണം.
നമ്മുടെ ബിസിനസ്, എന്റെ ബിസിനസ്. അതിലേക്ക് വന്നാൽ നമുക്ക് നേടിയെടുക്കാൻ ഒട്ടേറെ ഉണ്ട്. അതെ, 10 അടി കിളച്ചാല് നിധി കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ 10 അല്ല 20 അടി കളക്കില്ലേ? ആ നിധി നമ്മൾ കാണാറുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ഇതിൽ 10 അടി കളക്കണ്ട, 10 സ്റ്റെപ്പ് വെച്ചാൽ നിധിയുണ്ട്, എന്നിട്ടും പ്രവർത്തിക്കാതെ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ സൂമിലുള്ള ആരും അങ്ങനത്തെ ആളാണ് എന്നല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. പുറത്ത് അവർക്ക് തിരിച്ചറിവുണ്ടാക്കുക, തിരിച്ചറിവുണ്ടായാൽ അവർ വരും, പ്രവർത്തിക്കും. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് ഞാനൊരു കാര്യം പറയട്ടെ. ഇതില് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. സാധാരണ ഇഷ്ടം, സ്നേഹം, ഇഷ്ടം, സ്നേഹം, പ്രേമം, വാത്സല്യം, അതൊക്കെ തന്നെ നമ്മുടെ മനസ്സിന്റെ വികാരങ്ങളാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് സോഷ്യൽ ആനിമൽ എന്നാ പറയുന്നത്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമുക്ക് ചിരിക്കാൻ അറിയാം, നമുക്ക് വിവേകമുണ്ട്, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു, എല്ലാം കഴിയും. ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്ടിലൈസ് ചെയ്തേ പറ്റൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിലൂടെ ഈ ബിസിനസ് വളർത്തിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇഷ്ടം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഒഫൻസായി മാറുന്ന ഒരു വികാരമാണ്. നമ്മളൊരു പൂന്തോട്ടത്തിൽ ഒരു പൂവ് കണ്ടാൽ ആ പൂവ് നമ്മൾക്ക് പറിച്ചെടുക്കാൻ തോന്നും, അതാണ് ഇഷ്ടം. എന്നാൽ സ്നേഹം ഒന്നും കൂടി നല്ല വികാരമാണ്. അടുത്തായി പ്രേമം. നമുക്ക് വേണ്ടത് പ്രേമമാണ്. ഇതിൽ നമുക്ക് വേണ്ടത് ഈ ബിസിനസ്സിനോടുള്ള പ്രേമമാണ്. കാരണം നമ്മുടെ ഉമ്മർ ഉസ്താദ് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബിസിനസ്സിനോട് പ്രണയം വേണമെന്നുള്ളത്. അത് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. പ്രേമം വേണം. അതായത് ഇതിൽ വേണ്ടത്, പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും കളങ്കമില്ലാത്ത സ്നേഹമാണ് പ്രേമം. മറ്റുള്ളവരിൽ നിന്നും ഒന്നും, അതായത് നിസ്വാർത്ഥമായ സ്നേഹമാണ് പ്രേമം. നമ്മുടെ ബിസിനസ്സിനോട് നമുക്ക് വേണ്ടത് നിസ്വാർത്ഥമായ സ്നേഹമാണ്. ഇനി അടുത്തത് മാതാവിനുള്ളതാണ്. മാതാവ്, അതുപോലെ നമ്മുടെ രക്ഷിതാക്കളൊക്കെ നമ്മളോട് പെരുമാറുന്നതാണ് വാത്സല്യം. ആദ്യം വേണ്ടത് പ്രേമം, പിന്നെ വാത്സല്യം. വാത്സല്യം വേണം, അതാണ് വേണ്ടത്. വാത്സല്യം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് അടുക്കുക. നമ്മുടെ കൂടെയുള്ള ഓരോ എന്താ പറയാ പ്രോസ്പെക്റ്റിനോടും, നമ്മുടെ കൂടെ ചേർന്ന ഓരോ അസോസിയേറ്റിനോടും നമുക്ക് സ്നേഹവും വാത്സല്യവും വേണം. അങ്ങനെ മാത്രമാണ് ഇത് ഡെവലപ്പ് ചെയ്തു പോരാൻ സാധിക്കുക. ഓക്കെ, ഏതായാലും എനിക്ക് പറയാനുള്ളത്, അഴിഞ്ഞാടുക, അറിഞ്ഞാടുക എന്ന് 2 വേർഡ്സ് ഉണ്ട്. അഴിഞ്ഞാടിയിട്ടല്ല നമ്മൾ അറിഞ്ഞാടേണ്ടത്, അറിഞ്ഞാടിയിട്ടാണ് അഴിഞ്ഞാടേണ്ടത്. അറിഞ്ഞാടുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി തിരിച്ചറിവോട് കൂടി ആടുക. അതേസമയം അഴിഞ്ഞാടുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇതായിട്ട് അഴിഞ്ഞാടുക. അതാണ് RTPയിൽ സംഭവിക്കുക. ആദ്യം നമ്മൾ അറിഞ്ഞാടും, പിന്നെ നമ്മൾ അഴിഞ്ഞാടും. RTP 2ാമത്തെ ദിവസം വൈകുന്നേരം ആവുമ്പം നമ്മൾ അഴിഞ്ഞാടും. 80 വയസ്സായ ആളാണെങ്കിലും സ്റ്റേജിൽ കയറി നൃത്തം ചെയ്യും. അതാണ് അതിന്റെ വലിപ്പം. അപ്പൊ അതങ്ങനെ ചെയ്യാം. പിന്നെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഇതാ ഏറെക്കുറെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഒരുപാട് പറയാനുണ്ട്. എത്ര പറഞ്ഞാലും തീരാത്ത ഒരു ബിസിനസ്സാണ് നമ്മുടെ ബിസിനസ്. എങ്കിലും ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ക്രിമിനൽ ഒഫൻസായി മാറും എന്നുള്ളത് കൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. മറ്റുള്ളവരോട് പറയുമ്പോൾ കോടീശ്വരനാവാനുള്ള ബിസിനസ് ആണെന്നൊന്നും പറഞ്ഞ് അവരോട് പറയുന്ന സമയത്ത് അവർ ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇതിലൂടെ നമ്മൾ നല്ല രീതിയിൽ ചിട്ടയായി പ്രവർത്തിച്ചാൽ കോടീശ്വരനാവാൻ സാധിക്കും എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ പ്രവർത്തിക്കുന്നത്, വേറൊന്നുമല്ല. കോടീശ്വരനായാൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാം, എയർക്രാഫ്റ്റ് വാങ്ങാം എന്നൊന്നല്ല ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പണം ഉണ്ടായാൽ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും, എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. എനിക്ക് ഡൽഹിയിൽ പോയി ഒരു ചായ കുടിക്കണം തോന്നിയാൽ ഞാൻ ഡൽഹിയിൽ പോയി ചായ കുടിക്കണ്ടേ? അതിന് വിമാനത്തിൽ പോകണ്ടേ? വിമാനത്തിൽ പോകാൻ പൈസ വേണ്ടേ? വേണം. അതുപോലെ തന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യണം, അതിന് പണം വേണ്ടേ? അത് തന്നെയാണ് എൻ്റെ ഉന്നം. ഞാൻ നിങ്ങളെ അടുത്ത് വലിയ ആർത്തി പറയല്ല, പണം വേണം. പണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. ആഗ്രഹത്തിനനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മളെ ജീവിതം പരിപൂർണമാവുള്ളൂ. ഇവിടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് ഒന്നിനും കഴിയാതെ മറ്റുള്ളവന്റെ
പിന്നെ വലിപ്പം പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വലുതാവണം, അതിനു വേണ്ടി പ്രവർത്തിക്കുക, അതിനു വേണ്ടി ഓരോ ചുവടുകളും വെക്കുക. കോണി കയറുമ്പം മെല്ലെ മെല്ലെ കയറുക, ശ്രദ്ധിച്ച് കയറുക. എങ്കിൽ മുകളിൽ കയറി വേണ്ട കാര്യങ്ങൾ ചെയ്ത് സുഖമായി താഴെ ഇറങ്ങി അവനാന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും, അതുപോലെ തന്നെ ഈ ബിസിനസ് മാത്രമായ ഒരു ബിസിനസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് എല്ലാവരും മനസ്സിലാക്കുക എന്നും, ഇതിലൂടെ ആവേശം കൊണ്ട് പറയാൻ കാരണം അത് ആവേശം ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ ആണ് എന്ന് മനസ്സിലാക്കി ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എന്നോട് സദയം ക്ഷമിക്കണമെന്നും, ഞാൻ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉൾക്കൊള്ളുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.